ബിഗ് ബോസ് സീസൺ 6 എപ്പിസോഡ് 41 റിവ്യൂ ആണ്. 41 എപ്പിസോഡ് എന്ന് പറയുമ്പോൾ 40 ദിവസങ്ങൾ. സീസൺ 6 തുടങ്ങിയിട്ട് 40 ദിവസങ്ങളായി. 40 ദിവസങ്ങൾ ആയിട്ടും ഹൗസ് നിറയെ കണ്ടസ്റ്റൻസ് ആണ്. വലിയ കാര്യമായിട്ടുള്ള എവിക്ഷൻ ഒന്നും നടന്നിട്ടില്ല. ഇപ്പോൾ രതീഷ്, നിഷാന അങ്ങനെയുള്ള ആൾക്കാർ പുറത്തേക്ക് പോകാനായിട്ട് വലിയ കാര്യമായിട്ടുള്ള ഗെയിം ഒന്നും ആരും കളിച്ചിട്ടില്ല. അവർ പോകാൻ തന്നെ ഉറപ്പിച്ച് വന്ന ആൾക്കാരാണ്. അവർ സിമ്പിളായിട്ട് തന്നെ പുറത്തേക്ക് പോയി. ഇപ്പോൾ സിജോയുടെയും റോക്കിയുടെയും കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അവിചാരിതമായിട്ട് പുറത്തേക്ക് പോയ ആൾക്കാരാണ്. ഈ 40 ദിവസമായിട്ടും ഇത്രയധികം കണ്ടസ്റ്റൻസ് ഹൗസിലുള്ളത് കൊണ്ട് തന്നെ ഭയങ്കരമായിട്ടുള്ള ബഹളമാണ്. ഒന്നും തിരിയുന്നില്ല. കുറച്ച് നേരം ലൈവിൽ നിന്ന് ആരെങ്കിലുമൊക്കെ മാറുകയാണെന്നുണ്ടെങ്കിൽ പിന്നീട് നടക്കുന്ന സംഭവങ്ങളുമായിട്ട് കണക്ട് ചെയ്യാൻ തന്നെ വലിയ പാടാണ്. അത്രയധികം ബഹളം. മറ്റേ അത്ഭുത ദ്വീപ് സിനിമയ്ക്കകത്ത് അവസാനം ക്ലൈമാക്സിൽ കുറേയധികം നരഭോജികളായിട്ട് ചേട്ടന്മാർ വരുമല്ലോ. ആ ചേട്ടന്മാരിങ്ങനെ മനുഷ്യന്മാരെ കാണുന്ന സമയത്ത് ഇങ്ങനെ ആർത്തിയോടെ വരും ചിരിച്ചുകൊണ്ട്. അതുപോലെയാണ് സീസൺ 6 ഒരു കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി ആളുകൾ ശ്രമിക്കുന്നത്. അത്രയധികം ആർത്തിയോടെ ഓടിയെടുക്കുന്ന കണ്ടസ്റ്റൻസ്. അവർക്കിടയിൽ മേൽക്കോയ്മയുമായി ജിൻഡോയും ജാസ്മിനും അതേപോലെ തന്നെ സിബിന് പറ്റാനുള്ള, സിബിനൊന്നും തീരെ പറ്റാനുള്ള. ഗബ്രിയൊക്കെ ട്രാക്ക് മാറ്റി പിടിക്കാൻ തുടങ്ങി. വേറെ എന്തോ ട്രാക്കാണ്. ജിൻഡോയും ജാസ്മിനും നോറയൊക്കെയാണ് കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്ന ആളുകൾ. അതേപോലെ ജാസ്മിനൊക്കെ അയ്യോ, മറ്റേ ഈ കൺമഷി കുറുമ്പന്മാർ ഒന്ന് രണ്ട് ആൾക്കാർ, ജാസ്മിൻ ഹേറ്റേഴ്സ്, ഒഫീഷ്യൽ ജാസ്മിൻ ഹേറ്റേഴ്സ് ഉണ്ടല്ലോ വീഡിയോസ് ഒക്കെ ഇടുന്നത്. അമ്മമാർക്ക് എന്തുകൊണ്ടാണ് ജാസ്മിനോട് ഇത്ര ഹെയ്റ്റ് എന്നുള്ളത് എനിക്ക് മനസ്സിലായി. ഇമാതിരി വല്ല വർത്താനം അമ്മമാരെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരിക്കും. പ്രപ്പോസ് ചെയ്ത ടീമൊക്കെ ആണല്ലോ. ആ ഒരു വർത്താനം കേട്ട് കഴിഞ്ഞാൽ ആജീവനാന്തം ജാസ്മിനോട് ദേഷ്യം തോന്നിപ്പോകും. കാരണം അമ്മാതിരി പ്രൊവോക്കേഷൻ അല്ലേ. എന്തൊരു പ്രൊവോക്കേഷനാണ്. ഇന്നലെയും കൂടെ ഞാനൊരു ഒരു ഒരു കൊച്ചു പയ്യൻ്റെ വീഡിയോ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരെല്ലാം മറ്റേ പ്രപ്പോസ് ചെയ്ത ആൾക്കാരാണ്, എനിക്കറിയത്തില്ല. അപ്പോൾ അവൻ ജാസ്മിനെ വിളിപ്പിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ ഫോട്ടോ ഇട്ടിട്ട് വീഡിയോ ചെയ്തിരിക്കുന്നു. അപ്പോൾ വീഡിയോ കേട്ട് നോക്കിയപ്പം പ്രശ്നമൊന്നുമില്ല. അവനെന്തോ ഇഷ്ടക്കേടാണ്. അപ്പോൾ നമ്മളെന്തോ ഏതാണ്ട് പറഞ്ഞപ്പം അത് ജാസ്മിന് സപ്പോർട്ടായിട്ട് തോന്നിയിട്ട് ദേഷ്യം കൊണ്ട് വീഡിയോ ഇട്ടിരിക്കുന്നതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്താണ് ഈ കൊച്ചു പയ്യനൊക്കെ ഇത്ര ദേഷ്യം. പിന്നല്ലേ മനസ്സിലായത് ഇമാതിരി വല്ല ഫോം വിളിച്ചിട്ട് പ്രൊവോക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും. അയ്യോ എൻ്റെ പൊന്നോ. ഈ സീസൺ കഴിയുമ്പോഴത്തേന് ജിൻഡോ പുറത്തിറങ്ങുമല്ലോ. ജിൻഡോ പുറത്തിറങ്ങുന്ന സമയത്ത് ഞാൻ അയാളുടെ ജിമ്മിൽ ജോയിൻ ചെയ്താലോ എന്ന് ആലോചിക്കുക. ഈ തൊലിക്ക് ഇത്രമാത്രം കട്ടി ആക്കിയെടുക്കാൻ പറ്റുമോ എന്നാന്ന് ചോദിക്കണം. എന്ത് തൊലി കെട്ടിയാണ്. എത്ര പ്രൊവോക്ക് ചെയ്തിട്ടും ജിൻഡോയെ ദേഷ്യന്നില്ല. ഒന്നെങ്കിൽ പുള്ളിക്ക് അത് മനസ്സിലാക്കാനായിട്ടുള്ള ബോധമില്ല, അല്ല എന്നുണ്ടെങ്കിൽ പുള്ളി വേറെ റേഞ്ച് ഒരു മനുഷ്യനാണ്. സിബിനൊക്കെ തീർന്നുപോയി. സിബിനൊക്കെ എന്ത് പവറായിട്ടാണ് വന്നത്. സിബിനൊക്കെ തീർന്നുപോയി. സിബിനെ പ്രതീക്ഷിച്ച കുറേയധികം ആളുകളുടെ ഗെയിം ഇല്ലാണ്ടായിപ്പോയി. അപ്പോൾ നമ്മുടെ പ്രിയ ശിഷ്യ പൂജ പരാജയമായി മാറിയിട്ടുണ്ട്. ഇപ്പോൾ അത് വേറെ ഒന്നും കൊണ്ടല്ല, ഗെയിമില്ല. ശരണ്യ, പിന്നെ അപ്സരയൊക്കെ മൊത്തത്തിൽ ഔട്ടായിപ്പോയി. അൻസിബയൊക്കെ എവിടെ? അൻസിബയൊന്നും ഇല്ല. ഈ നോമിനേഷൻ്റെ സമയത്തും മോർണിംഗ് ആക്ടിവിറ്റിയുടെ സമയത്തും ഡാൻസ് കളിക്കുന്ന സമയത്തൊക്കെയാണ് അൻസിബയെ കാണുന്നത്. പിന്നെ ഋഷി സിബിൻ്റെ പുറകെ മറ്റേ ബോബനുമോളിക്കകത്തെ ആ ഒരു അരിമ മൃഗത്തെ പോലെ പുറകെ നടക്കുന്നു. സിബിനേട്ടായി എല്ലാം പറഞ്ഞു കൊടുക്കാൻ സിബിനേട്ടായിക്ക് സ്ട്രോങ് ആയിട്ട് ഗെയിം കളിക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല. സിബിനേട്ടായുടെ കയ്യിൽ നിന്ന് പോയിരിക്കുകയാണ്. പിന്നെ ജാൻമണി, പവർ ടീം ഉള്ളതുകൊണ്ട് ഒരു ജാൻമണി. പവർ ടീം ഇല്ല എന്നുണ്ടെങ്കിൽ, ആൾക്കാർ ബഹുമാനിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ജാൻമണി ഇല്ല. അതേപോലെ കഴിഞ്ഞ സീസണിലൊക്കെ എങ്ങനെയായിരുന്നു, ഈ സ്റ്റാൻഡിനെ കുറിച്ചിട്ട് പറഞ്ഞ് കളിയാക്കുമല്ലോ. നിങ്ങൾ മൾട്ടി സ്റ്റാൻഡറാണ്, നിങ്ങൾക്കൊരു സ്റ്റാൻഡില്ല, നിലപാടില്ലാത്ത ആൾക്കാരാണ്. സീസൺ 6 വരണം. ആൾക്കാർക്ക് എത്രമാത്രം സ്റ്റാൻഡാണ്. പല കാര്യത്തിലും പല സ്റ്റാൻഡാണ്. ഇപ്പോൾ അപ്സര, അതേപോലെ തന്നെ ജാസ്മിൻ, നോറ അങ്ങനെയുള്ള ആളുകൾ ഒരു വേർഡ് യൂസ് ചെയ്യുകയാണ്. നീ പോടാ, എന്താ പുതിയൊരു വേർഡ് വന്നായിരുന്നല്ലോ ജാസ്മിൻ്റെ, ഷൊട്ടെ എന്ന് വിളിക്കാമെന്ന് വെച്ചു. പിന്നെ 2 ആഴ്ചത്തേന് കോറസ് പാടും ബാക്കിയുള്ള ആൾക്കാർ. അങ്ങനെ ഒരു വലിയ ബാഡ് വേർഡ് യൂസ് ചെയ്തു. അതുകൊണ്ട് ജയിൽ നോമിനേഷൻ, അതേപോലെ തന്നെ മറ്റേ എവിക്ഷൻ നോമിനേഷൻ അടിച്ചു കൊടുക്കും, പണിഷ്മെൻറ്റ് ഇങ്ങനെ കൊടുക്കും. മറ്റേ സിബിനൊക്കെ അവിടെ വൻ സാധനം കാണിക്കുന്നു. പിന്നെ സിബിനെ ഇന്ന് നോമിനേറ്റ് ചെയ്യാൻ പറ്റത്തില്ല, സേഫാണ്. അതേപോലെ തന്നെ ജാൻമണി ഓരോന്ന് പറയുന്നു. അയ്യോ ജാൻമണി വാവേ, സിബിൻ ചേട്ടായി അവരെ പ്രൊവോക്ക് ചെയ്തല്ലേ, അതുകൊണ്ടാണ് ഇങ്ങനെ കാണിച്ചതല്ലേ, ജാൻമണി അങ്ങനെ പറയല്ലേ മുത്തേ. ഭയങ്കരമായിട്ടുള്ള ഡിഫറെൻ്റ് അപ്രോച്ചുകളാണ് പല ആളുകൾക്കും. ഇന്ന് മറ്റേ ജയിൽ നോമിനേഷനിൽ അൻസിബയെ കുറിച്ചിട്ട് ജാസ്മിൻ പറഞ്ഞ സമയത്ത് കേൾക്കുകയും ചെയ്തു. ഇങ്ങനെ പലതരത്തിലുള്ള അപ്രോച്ചാണ്. പല ആളുകൾക്കും പല നീതിയാണ്. ജാസ്മിൻ്റെ കാര്യത്തിൽ പ്രോബ്ലംസ് ആളുകളുടെ മുൻപിലേക്ക് എത്തിക്കാനായിട്ടുള്ള ഒരു ആർജവമെങ്കിലും ഉണ്ട്. നോറ എത്തിച്ചാൽ പോലും അവർ മൈൻഡ് ചെയ്യത്തില്ല. നോറയുടെ ഒരു പ്രശ്നങ്ങളും അവിടെ ഡിസ്കസ് ചെയ്യേണ്ട എന്നുള്ള ഒരു തീരുമാനത്തിലാണ്. അതിൻ്റെ ആവശ്യമില്ല. നോറ കൊണ്ടുവരുന്നതെല്ലാം അൺവാണ്ടഡ് ആണ് എന്നുള്ള ഒരു പൊതു ധാരണ അവിടെ ഉണ്ട്. പക്ഷേ നോറ കുറേയധികം പോയിന്റുകൾ പറയുന്നുണ്ട്. പക്ഷേ അത് ജിൻഡോ കാക്കയ്ക്കെതിരാണ്. ജിൻഡോ കാക്കയ്ക്കെതിരെ സിബിൻ കാക്ക കളിക്കില്ല. സിബിൻ കാക്ക കളിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള വാൽക്കാക്കകൾ കളിക്കില്ല. അപ്പം എന്ത് വേണം ഇവർ ഉദ്ദേശിക്കുന്നതെന്നുള്ളത് എനിക്കറിയില്ല. 40 ദിവസമായിട്ട് വളരെ സിമ്പിളായിട്ട് ആളുകൾ സർവൈവ് ചെയ്യുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഈ നെഗറ്റീവിലേക്കൊക്കെ പോയ ആളുകളൊന്നും അത്രയധികം പണിയെടുക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. വെറുതെ ഇങ്ങനെ ആ ഒരു ശരണ്യ ശ്രീതു ഒക്കെ പോകുന്നത് പോലെ പോയാൽ മതിയായിരുന്നു. ഇപ്പോൾ ശ്രീതുവിന് പിന്നെ അർജുൻ്റെ ഒരു കോംബോ ഉണ്ട് എന്നെങ്കിലും പറയാം. പക്ഷേ ശരണ്യൊക്കെ പോയതുപോലെ അങ്ങ് പോയാൽ മതി, ആരെയും ബുദ്ധിമുട്ടിക്കാതെ.
നൈസായിട്ട് പോവുക. ഇപ്പോൾ റസ്മിനൊക്കെ നയപരമായിട്ട് എല്ലാ ആൾക്കാരും ചേർത്ത് നിർത്തിയിട്ടാണ് ഗെയിം കളിക്കുന്നത്. വലിയ റിസ്ക് എടുത്ത് ഒച്ചപ്പാടിൽ ഗെയിം കളിച്ച് വ്യക്തിത്വമൊക്കെ നാനാവഴിക്കാക്കി എനിക്കിനി ഒന്നും നോക്കണ്ട എന്ന് പറഞ്ഞ ജാസ്മിനൊക്കെ എന്തൊരു സീറോ ആയിപ്പോയി എന്നുള്ളതാണ് ആലോചിക്കുന്നത്. വെറുതെ ഇങ്ങനെ അലമ്പുണ്ടാക്കുകയാണ്. ഈ ജാസ്മിൻ്റെ ഗെയിമിനെ കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒരു ഗെയിമാണോ? പ്രൊവോക്കേഷൻ എന്നൊക്കെ പറയുമ്പോഴത്തേന് എന്ത് പറയാനാണ് ആൾക്കാർ അതിനെ തിരിച്ച്? അമ്മാതിരി ലോ ലെവൽ സാധനമാണ്. പിന്നെ അത് ജിൻഡോയോടായതുകൊണ്ട് എനിക്കൊരു പരാതിയില്ല. കാരണം ജിൻഡോ തറയിലും താഴെ നിലവാരമുള്ള ഒരുത്തനാണ്. ജിൻഡോയുടെ അടുത്ത് ആ ലെവലല്ലാതെ വേറൊരു ലെവലിട്ട് കഴിഞ്ഞാൽ പുള്ളിക്ക് അത് മനസ്സിലാവില്ല. അത് പിന്നെ വേറെ ഒരു ഗെയിമായിട്ട് തിരിച്ചു വരും. അപ്പോൾ ജിൻഡോയുടെ അടുത്ത് ഇതാണ് ഓക്കെ. ജിൻഡോ ഇവരോടൊക്കെ ആകുമ്പോഴത്തേനും തിരിച്ചൊന്നും പറയത്തില്ലോ. അപ്പോൾ ഈ ജാസ്മിൻ്റെ ഈ ഒരു ഗെയിമിനെ വേറൊരു രീതിയിലാണ് ഞാൻ കണ്ട് ആസ്വദിക്കുന്നത്. നാട്ടുകാർ ചുമ്മാ കേൾക്കട്ടെ. ആദ്യം കുറേ ഷെയ്മിങ് ഒക്കെ ആയിട്ട് മര്യാദ പഠിപ്പിക്കാൻ വേണ്ടി നടന്ന ആൾക്കാർ ഇത് കേട്ട് വെറുതെ പണ്ടാരമടങ്ങട്ടെ എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ലാതെ ഇതിങ്ങനെ വളരെ നോർമൽ ഒരു മോഡിൽ കണ്ട് ആസ്വദിക്കാൻ പറ്റത്തില്ല. അമ്മാതിരി ഡിഫറൻ്റ് ആയിട്ടുള്ള ഗെയിമേഴ്സ്. ഇനി എപ്പിസോഡ് റിവ്യൂയിലേക്ക് പ്രോപ്പറായി പോയി കഴിഞ്ഞാൽ മോർണിംഗ് ആക്ടിവിറ്റി ഇത്തിരി തല്ലൊക്കെ കൂടാൻ പറ്റുന്ന മോർണിംഗ് ആക്ടിവിറ്റി ആയിരുന്നു. വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ടേക്ക് പോയി. അതിൻ്റെ വാല് പിടിച്ചിട്ടുള്ള കണ്ടന്റ് ഉണ്ടായിരുന്നു. അപ്പം കണ്ടസ്റ്റൻസിൽ ആരാണ് ബിഗ് ബോസ് ഹൗസിനെ സ്വന്തം വീട് പോലെ ഉപയോഗിക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും പറയാം. സ്വന്തം വീട് പോലെ തോന്നിയാസൊക്കെ കാണിച്ച് ഉപയോഗിക്കുന്ന ആളുകൾ, അല്ലാന്നുണ്ടെങ്കിൽ കംഫർട്ടബിൾ ആയിട്ട് ഭയങ്കര സേഫായിട്ട് സ്ട്രോങ് ആയിട്ട് ഗെയിമായിട്ട് നോക്കിക്കാണുന്ന ആളുകൾ. ഇനിയിപ്പം ഷൂട്ടിംഗ് സെറ്റ് പോലെ ഉപയോഗിക്കുന്ന ആളുകൾ, അത് നെഗറ്റീവായിട്ട് തന്നെയാണ് ഭൂരിപക്ഷം കേസുകളിലും പറയുന്നത്. കോൺഷ്യസ് ആയിട്ടുള്ള ഇമേജ് കോൺഷ്യസ് ആയിട്ടുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ ആക്ട് ചെയ്യുന്ന ആളുകൾ, ഫേക്ക് ആയിട്ടുള്ള ആളുകൾ. അപ്പം കണ്ടസ്റ്റൻസ് ഓരോ ആളുകളുടെയും പേര് പറയുകയാണ്. ഇപ്പം നോറയൊക്കെ പിന്നെ ജിൻഡോയ്ക്ക് എതിരായിട്ടുള്ള കളികളാണ് കളിക്കുന്നത്. ഈ ജിൻഡോ ഇപ്പം നോറയുടെ പ്രൊവോക്കിങ്ങിൽ കാര്യമായിട്ട് തന്നെ വീഴുന്നുണ്ട്. നോറയ്ക്കെതിരെ ജിൻഡോ കാര്യമായിട്ട് തന്നെ പറയുന്നുണ്ട്. ഈ രണ്ട് കാര്യങ്ങളെയും പോസിറ്റീവായിട്ട് പ്രസൻറ്റ് ചെയ്തത് ജാൻമണി മാത്രമാണ്. ഇപ്പം ക്യാമറ കോൺഷ്യസ് ആവുന്നതോ ഇമേജ് കോൺഷ്യസ് ആവുന്നതോ കുഴപ്പമുള്ള ഒരു സംഗതിയല്ല. അത് ശരണ്യൊക്കെ അങ്ങനെ കോൺഷ്യസ് ആവുന്നത് നല്ലതാണ്. നമുക്ക് ആ ഒരു ബോധം വേണം, ആളുകൾ കാണുന്നതാണ്. ഇനിയിപ്പം ഗബ്രിയെ കുറിച്ചിട്ട് പറയുന്നത് ഗബ്രി ഇത് സ്വന്തം വീട് പോലെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതും പോസിറ്റീവായിട്ടാണ് ജാൻമണി പറയുന്നത്. ഗബ്രി ഭയങ്കര കംഫർട്ടബിൾ ആണ് ഇവിടെ, സ്വന്തം വീട് പോലെയാണ് യൂസ് ചെയ്യുന്നത്, അത് വളരെ പോസിറ്റീവാണ്, നമ്മളെല്ലാവരും അങ്ങനെ വേണം എന്നുള്ളതാണ്. ബാക്കിയുള്ള ആളുകളെ കുറിച്ചിട്ട് ഞാൻ ഒരു വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് ഇനി എടുത്ത് പറയുന്നില്ല. ഇതിനുശേഷം ക്യാപ്റ്റൻസി നോമിനേഷൻ ആയിരുന്നു. അപ്പോൾ ക്യാപ്റ്റൻസി നോമിനേഷന് മുൻപ് ഗൂഢാലോചന കാര്യങ്ങളൊക്കെ ഉണ്ട്. സിബിൻ വന്നതുകൊണ്ട് ഭയങ്കര പ്ലാൻ ചെയ്തിട്ട് വാലുകളെല്ലാം കൂടെ ഒരു പരിപാടി ചെയ്യത്തുള്ളൂ. ജിൻഡോയ്ക്ക് തുടർ ഭരണം ആഗ്രഹമുണ്ട്. ക്യാപ്റ്റനായിട്ട് അധികാരം ഏറ്റ സമയത്ത് തന്നെ റിക്വസ്റ്റ് ചെയ്താണ് തുടർന്നും തന്നെ ക്യാപ്റ്റൻ ആക്കണം എന്നുള്ളത്. പവർ ടീമുകാർ കാര്യമായി തന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ശ്രീധുവിനെ. അങ്ങനെ ശ്രീധു, നന്ദന, ജിൻഡോ ക്യാപ്റ്റൻസി നോമിനേഷനിലേക്ക് വരികയാണ്. ജിൻഡോയെ നോമിനേറ്റ് ചെയ്ത ആൾക്കാർ പറയുന്നത് എന്താണ്? ജിൻഡോയ്ക്ക് നന്നാവാനായിട്ടുള്ള ഒരു അവസരം. നന്നാവാനായിട്ടുള്ള അവസരമാണോ ക്യാപ്റ്റൻസി നോമിനേഷനിൽ? കൂടുതൽ നന്നാവാൻ അങ്ങനെ എന്തോ ഒരു കമൻറ്റാണ് ഞാൻ കേട്ടത്. ശരിക്കും ഇതൊരു ഗെയിമാണ്. അപ്പം അതിനകത്ത് തീരെ ആക്റ്റീവ് അല്ലാത്ത ആൾക്കാരെ, പെട്ടെന്ന് പ്രൊവോക്ഡ് ആവുന്ന ആൾക്കാരെ, ഇത് ചെയ്യാൻ നമുക്ക് ഒട്ടും പറ്റത്തില്ല എന്ന് തോന്നുന്ന ആൾക്കാരെ പിടിച്ചങ്ങ് നോമിനേറ്റ് ചെയ്യണം. ഒറ്റ ആഴ്ച കൊണ്ട് അവരുടെ ഗെയിം പുറത്തേക്ക് വരും. ഒരു വീക്കെൻഡ് എപ്പിസോഡ് കൊണ്ട് കഥ തീരാനായിട്ടുള്ള സാധ്യതയുണ്ട്. പക്ഷെ അതൊന്നും ഇവർക്ക് ഗെയിമല്ല, അങ്ങനെയുള്ള ഗെയിമല്ല ഇവർ കളിക്കുന്നത്. ഇതിന് ശേഷം ഒരു വേർഡ് ജാൻമണിയുടെ അടുത്ത് ആരോ യൂസ് ചെയ്തു. ഞാനത് കേട്ടില്ല. ആ ഒരു ലൈവിൻ്റെ ഭാഗങ്ങളൊക്കെ ഞാൻ മിസ് ചെയ്തു. ഇന്നും ശബ്ദരേഖയായിരുന്നേ. ശബ്ദരേഖ ആവുന്ന സമയത്ത് റേഞ്ച് മാറുമ്പോൾ കട്ടായി പോകും. അപ്പം ഈ ഏത് വേർഡാണെന്ന് അറിയത്തില്ല. ഇതാര് പറഞ്ഞു എന്നുള്ളത് എനിക്ക് വ്യക്തമായില്ല. അപ്പം ജാൻമണി പറഞ്ഞു ഇതൊരു കമ്മ്യൂണിറ്റിയെ വളരെ മോശമായിട്ട് പറയുന്നത് പോലെയാണ്. ഞാനത് ആരാന്ന് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അത് മനസ്സിലാവേണ്ട ആൾക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോഴത്തേനിത് നോറ എന്നെ നോക്കിയാണ് പറഞ്ഞത്, എന്നെക്കുറിച്ചിട്ടാണ് പറഞ്ഞത്, അല്ലെങ്കിൽ ഞാനാണിത് പറഞ്ഞത് എന്ന് ആളുകൾ വിചാരിക്കും. കണ്ടില്ല, നോറയെ ചൂണ്ടിയാണോ പറഞ്ഞതെന്നുള്ളത് കണ്ടില്ല. എല്ലാ ആൾക്കാരോടും പറയുന്നത് പോലെയാണ് ക്യാമറ നമ്മളെ കാട്ടുന്നത്. അതിനുശേഷം ജാസ്മിൻ പറയുന്നു ഇത് ആരെ പറഞ്ഞു എന്ന് പറയണം. ശരിക്കും ആരെ പറഞ്ഞു എന്ന് പറയണം എന്ന് എനിക്കും തോന്നി. പക്ഷെ എന്ത് ചെയ്യാം, ബിഗ് ബോസ് പറയുന്നു അത്തരത്തിലുള്ള ചർച്ചകൾ ടെലിവിഷൻ സ്റ്റാൻഡേർഡിന് യോജിക്കുന്നതല്ല, അത് നിർത്തണമെന്ന്. ആരാ പറഞ്ഞത്, എന്താണ് എക്സാക്ട് പറഞ്ഞത് എന്നുള്ളത് നിഗൂഢതയാണ്, അതറിയില്ല. വീക്കെൻഡ് എപ്പിസോഡിലും അത് ചർച്ചയാവാൻ സാധ്യത ഉണ്ട് എന്ന് തോന്നുന്നില്ല. ജാസ്മിനെയാണ് നോക്കി സംസാരിച്ചതെന്ന് ജാൻമണി പറയുന്നു. അത് ശരിക്കും പറഞ്ഞാൽ നോറയുടെ അടുത്ത് നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞതുപോലെയാണ് എനിക്ക് തോന്നിയത്. അപ്പോഴത്തേന് അയ്യോ എന്നെ നോക്കി സംസാരിച്ചെന്ന് പറഞ്ഞിട്ട് ജാസ്മിൻ അവിടെ കിടന്ന് കണ്ടന്റ് മേക്കിങ് ഭയങ്കര ഓവറായിരുന്നു. അപ്പം ബാക്കിയുള്ള ആൾക്കാരെല്ലാം ജാസ്മിനെതിരെ നിൽക്കുന്നുണ്ട്. റസ്മിൻ നിൽക്കുന്നുണ്ട്, അബി നിൽക്കുന്നുണ്ട്, സിബിൻ നിൽക്കുന്നുണ്ട്. അത് ജാസ്മിൻ വകവയ്ക്കുന്നില്ല. അപ്പം സിബിനെ കാര്യമായിട്ട് തന്നെ ജാസ്മിൻ സൈഡിൽ കൂടെ പ്രൊവോക്ക് ചെയ്യുന്നുണ്ട്. സിബിൻ എന്തിനാണ് പ്രൊവോക്ഡ് ആവുന്നത് എന്നുള്ളത് എനിക്കറിയില്ല. സിബിൻ മൈൻഡ് ചെയ്യുക പോലും വേണ്ട. കാരണം ജിൻഡോയുടെയൊക്കെ അടുത്ത് ജാസ്മിൻ കളിക്കുന്നതിൻ്റെ ഒരു 5-1 അംശം പോലും എനിക്ക് തോന്നുന്നില്ല സിബിൻ്റെ അടുത്ത് കളിക്കുന്നുണ്ട് എന്നുള്ളത്. സിബിൻ ആകെ ഒരു എതിരാളേ ഉള്ളൂ ജാസ്മിൻ. അവിടെ തന്നെ സിബിൻ പ്രൊവോക്ക് ആയി കഴിഞ്ഞാൽ ബാക്കിയുള്ള ടീമുകളൊക്കെ നിക്കക്കള്ളിയില്ലാതെ വരുന്ന സമയത്ത് കൂട്ടത്തിലുള്ള അണ്ണന്മാരൊക്കെ ഉണ്ടല്ലോ, സായി, ഋഷി, മറ്റേ അഭിഷേക്, ശ്രീകുമാർ, അവരൊക്കെ തിരിച്ച് നിക്കക്കള്ളിയില്ലാതാവുന്ന സമയത്ത് ചോദ്യം ചെയ്യുമ്പോൾ എന്നായും? അപ്പോഴത്തേന് സിബിൻ ഈ പരിപാടി നടക്കുമോ? അപ്പോൾ സിബിൻ ഒറ്റ ഒരാളിൽ നിന്ന് തന്നെ ഇത്രയധികം പ്രൊവോക്ഡ് ആവുന്നത്
പ്രതീക്ഷ നശിപ്പിക്കുന്ന ഒരു സംഗതിയാണ്. ഇതിൻ്റെ കൂടെ മറ്റേ കുനിന്മേൽ കുരു എന്ന് പറഞ്ഞ പോലെയാണ് മറ്റേ സിബിൻ ഒരു ഹാൻഡ് ജസ്റ്റർ കാണിക്കുന്നത്. അത് ഒരു എഫേർഡ് പോലത്തെ ഒരു സംഭവമാണെന്ന് എനിക്ക് തോന്നുന്നു. അത് വലിയ വിഷയമാവുന്നു. ബിഗ് ബോസ് ഒരു വാർണിംഗ് ഒക്കെ കൊടുക്കുന്നു, അങ്ങനെയുള്ള ആംഗ്യങ്ങളൊന്നും കാണിക്കരുത്. അതും നമ്മളെ ലൈവിൽ കാണിച്ചിട്ടില്ല, അത് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ജാസ്മിൻ സോറി അംഗീകരിക്കുന്നില്ല. എന്ത് പറഞ്ഞാലും ഒരു സോറി. പിന്നെ വേറൊരു കാര്യമുണ്ട്, സോറിയൊക്കെ ഇവർക്ക് ഇങ്ങനെ അനുവദിച്ച് കൊടുത്തിരിക്കുന്നതാണ്. വേറെ ആർക്കും സോറി ഒന്നും അനുവദിച്ച് കൊടുത്തിട്ടൊന്നുമില്ല. സിബിൻ ഇപ്പോൾ സോറി അനുവദിച്ച് കൊടുത്തിട്ടുണ്ട്. ജാൻമണിക്ക് എപ്പോൾ വേണമെങ്കിലും സോറി പറയാം, എന്ത് വേണമെങ്കിലും കാണിക്കാം. പിന്നെ സോറി പറയാൻ പറ്റുന്ന ആളുകൾ ആരൊക്കെയാണ്? പവർ ടീമിലെ ആളുകൾക്ക് ഇപ്പോൾ സോറി പറയാം, പവർ ടീമിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ സോറി പറയാൻ പറ്റത്തില്ല. പിന്നെ ഇപ്പോൾ എന്ത് വലിയ എഫേർഡൊക്കെ ആണെന്നുണ്ടെങ്കിലും അതൊക്കെ ഒരു സോറി കൊണ്ട് തീരും. റാസ്കല്ലേ എന്നെങ്ങാനും വിളിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ. എന്ന് പറഞ്ഞാൽ ലൈവ് കേൾപ്പിക്കാൻ പറ്റുന്ന സാധനങ്ങൾ വലിയ പ്രശ്നവും ലൈവിൽ കേൾപ്പിക്കാൻ പോലും പറ്റാത്ത സാധനങ്ങൾ ഒരു പ്രശ്നമാവത്തും ഇല്ലാത്ത ഒരു പ്രത്യേക സീസണാണ്. കണ്ടസ്റ്റൻസിൻ്റെ നിലവാരത്തിൻ്റെ പ്രശ്നമാണ് കേട്ടോ, അവരുടെ ഒരു വിവേചന ബുദ്ധി എത്ര ഉള്ളൂ എന്നുള്ളതാണ്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ആഡ് ചെയ്യേണ്ട ഒരു സംഗതിയുണ്ട്. ഈ സോറിയുടെ ആനുകൂല്യം അനുവദിച്ചു കൊടുത്തിട്ടുള്ള എല്ലാ ആളുകൾക്കെതിരെയും പ്രൊവോക്കിംഗ് ഗെയിം കളിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഇപ്പം അവരെ എന്ത് പ്രൊവോക്ക് ചെയ്താലും പ്രൊവോക്ക് ചെയ്തതിൻ്റെ പേരിൽ ബാക്കിയുള്ള ആളുകൾ ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്യും, അതേപോലെ തന്നെ ഏറ്റവും മോശക്കാരനായിട്ട് ചിത്രീകരിക്കുകയും ചെയ്യും. അവർ സോറി പറഞ്ഞിട്ട് രക്ഷപ്പെട്ടു പോകും. ഇതിനുശേഷം ജയിൽ നോമിനേഷനാണ്. അപ്പോൾ ജയിൽ നോമിനേഷനിൽ 7ഓളം നോമിനേഷൻസ് കിട്ടി. ജാസ്മിനാണ് മുന്നിലുള്ളത്, പിന്നീടുള്ളത് നോറയാണ്. നോറയെ നോമിനേറ്റ് ചെയ്യാനുള്ള റീസൺ പവർ ടീം വിളിച്ചപ്പോൾ മീറ്റിങ്ങിന് വന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ഇഷ്യൂ കുറച്ച് നേരങ്ങൾക്ക് മുൻപ് നടന്നതാണ്. അപ്പോൾ ആ ഒരു ഇഷ്യൂ ഉണ്ടായില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ആരെ ഇവർ നോമിനേറ്റ് ചെയ്തേനെ അറിയാൻ വലിയ ആഗ്രഹമുണ്ട്. ഇപ്പോൾ പവർ ടീമിലുള്ള ആളുകളെയും ക്യാപ്റ്റനെ നോമിനേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ജാസ്മിനെ നോമിനേറ്റ് ചെയ്തതിൻ്റെ റീസൺ സോഫയിൽ കാൽ കയറ്റി വെച്ച് ഇരുന്നു, ബാത്റൂമിൽ ചെരുപ്പിടാതെ കയറിയിട്ട് സോഫയിൽ വന്നിരുന്നു എന്നുള്ളതാണ്. ഇത് വലിയൊരു അന്താരാഷ്ട്ര പ്രശ്നമാണോടെ എന്നൊക്കെ സായിയോട് ജാസ്മിൻ ചോദിക്കുന്നത് കേട്ടു. ഇതിനിടെ ഗബ്രിക്കും കാര്യമായിട്ടുള്ള നോമിനേഷൻസ് വരുന്നുണ്ട്. ഈ നോമിനേഷൻസ് തടയാൻ വേണ്ടി മുന്നേ തന്നെ പോയി സവർക്കർ കളിച്ചായിരുന്നു ഗബ്രി. എല്ലാ ആൾക്കാരോടും മാപ്പൊക്കെ പറഞ്ഞായിരുന്നു, ഇത് നേരത്തെ അങ്ങോട്ട് ചെയ്താൽ മതിയായിരുന്നു. അപ്പോൾ ഗബ്രി ഇന്ന് പലതരത്തിലുള്ള പകർന്നാട്ടങ്ങൾ ആടുന്നുണ്ടായിരുന്നു. ഗബ്രി ഇന്ന് എപ്പിസോഡിൻ്റെ അവസാനം മതിലുകൾക്കകത്തെ മമ്മൂക്കാവാൻ വേണ്ടിയുള്ള ശ്രമം കൂടെ നടത്തിയായിരുന്നു. അവിടെ അപ്പുറത്ത് ജയിലിൽ കിടക്കുകയായിരുന്നല്ലോ ജാസ്മിൻ. ആ ജാസ്മിൻ്റെ വായിൽ നിന്ന് വരുന്ന ആ പ്രൊവോക്കിംഗ് വർത്തമാനം കേട്ടിട്ട് ഗബ്രിക്കല്ലാതെ ഒരാൾക്കും ഇത്രയധികം ക്രിഞ്ച് സാധനം അങ്ങോട്ടേക്ക് ഇട്ട് കൊടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിനുശേഷം ക്യാപ്റ്റൻസി ടാസ്ക് ആയിരുന്നു. ക്യാപ്റ്റൻസി ടാസ്കിൽ ശ്രീതു, ജിൻഡോ, നന്ദൻ എന്നിവർ മത്സരിക്കുകയാണ്. ബോൾ എറിയുന്ന ഒരു മത്സരമാണ്. ഫാനിൽ കുറേയധികം മറ്റേ കപ്പുകൾ കെട്ടി വെച്ചിട്ടുണ്ട്, ഫാൻ കറങ്ങുകയാണ്. അതിലേക്ക് വേണം ബോൾ എറിഞ്ഞിടാനായിട്ട്. അതിനകത്ത് അനൗൺസ് ചെയ്തപ്പോൾ തന്നെ ബിഗ് ബോസ് പറഞ്ഞിരുന്നു, ഇത് കുറച്ച് ബുദ്ധിയും കണക്കുമൊക്കെ വേണ്ട ഒരു ഗെയിമാണ്. അപ്പോൾ തന്നെ ജിൻഡോ ഔട്ടായി പോകും എന്നുള്ളത് ജിൻഡോ തന്നെ പറഞ്ഞിരുന്നു. അത് അങ്ങനെ തന്നെയായിരുന്നു. അതിനൊരു താളമുണ്ട്, ബോൾ ഇങ്ങനെ സ്പിൻ ചെയ്യിപ്പിച്ചിട്ട് അതിനകത്തേക്ക് ഇടണം. അപ്പോൾ ആ ഒരു താളത്തിൽ അതിൻ്റെ ആ ഒരു കണക്ക് പിടിച്ചിട്ടാണ് ശ്രീതു കളിച്ചത്. എനിക്ക് തോന്നുന്നു അങ്ങനെയാണ് എന്നുള്ളത്. കാരണം ബാക്കി രണ്ടാളുകൾക്കും ഒട്ടും പെർഫോം ചെയ്യാൻ പറ്റിയില്ല. എന്നാൽ ശ്രീതു ഗംഭീരമായിട്ട് പെർഫോം ചെയ്തു. ഗംഭീരം എന്നുള്ളൊരു വാക്ക് തന്നെയാണ് ബിഗ് ബോസ് ആ ഒരു മത്സരത്തിന് ശേഷം വിജയിയായ ശ്രീതു കേൾക്കെ പറഞ്ഞത്. ഇതിൽ നിന്നൊരു റിലീഫ് എന്നുള്ള രീതിയിൽ കണ്ടസ്റ്റൻസിന് ഗോൾഡ് വിന്നറിൻ്റെ സ്പോൺസർ ടാസ്ക് ഉണ്ടായിരുന്നു. മീൻ വറുക്കാം, ഒണിയൻ പക്കോട ഉണ്ടാക്കാം. അപ്പോൾ അത് ഒരു ടീം ടേസ്റ്റ് ചെയ്യുന്നുണ്ട്, അതിൽ വിജയിയെ നിർണ്ണയിക്കുന്നുണ്ട്. അപ്പോൾ വിജയിയായിട്ടുള്ള ടീം അപ്സരയുടെയൊക്കെ ഒരു ടീമാണ്. ഇതിനുശേഷം നോറ ആൻഡ് ജാസ്മിനെ ജയിലിലേക്ക് കയറ്റിപ്പിടിക്കുകയാണ്. നോറ ആൻഡ് ജാസ്മിൻ അറിയാമല്ലോ, വലിയ വിയോജിപ്പുകളുള്ള ഉറ്റ സുഹൃത്തുക്കളാണ്. അപ്പോൾ അവരകത്തേക്ക് കയറുന്നു. മുത്ത് കോർക്കുക എന്നുള്ള ഒരു ടാസ്ക്കാണ്. കണ്ടസ്റ്റൻസിന് ഗിഫ്റ്റായിട്ട് ആ ഒരു മാലകൾ കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ അവർ മുത്ത് കോർക്കുകയാണ്. അപ്പോൾ അവിടെ ഭക്ഷണം വരുന്നുണ്ട്. അപ്പോൾ ഭക്ഷണം കഴിക്കാനായിട്ട് ഒരു പാത്രമൊക്കെ ഉള്ളൂ. അപ്പോൾ അതിലൊക്കെ വളരെ രസകരമായിട്ടുള്ള കോമഡിയൊക്കെ ജാസ്മിൻ സൃഷ്ടിക്കുന്നുണ്ട്. രസമായിരുന്നു നമുക്ക്. പിന്നെ സീസൺ 6 അല്ലേ, അപ്പോൾ സീസൺ 6 ഇതാണ് കോമഡി. അത് നല്ല രസത്തിൽ നമുക്ക് കേട്ട് ആസ്വദിക്കാൻ പറ്റും. പിന്നെ ജിൻഡോയുടെ അടുത്ത് ഇറക്കിയ സാധനം അത് ജിൻഡോയ്ക്ക് ആവശ്യമായിരുന്നു താനും. ഇവർ തമ്മിലാകുമ്പോൾ നമുക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ. ഇപ്പോൾ ജാസ്മിൻ അങ്ങോട്ട് പറഞ്ഞാലും തിരിച്ച് ജാസ്മിൻ കേട്ടാലും നമുക്ക് ആരോട് സദാപത്തിൻ്റെ ആവശ്യമില്ലല്ലോ. രണ്ടാൾക്കാരും ഒരമ്മയ്ക്ക് പിറക്കാതെ പോയ മക്കളെ പോലെ, ആങ്ങളെ പെങ്ങളെ പോലെ എനിക്ക് തോന്നാറുണ്ട്. അമ്മാതിരി അപ്രോച്ചാണ്. ഒരാളെ അടുത്ത് കിട്ടിയപ്പോഴത്തേന് ജാസ്മിൻ മറ്റേ സ്ഥിരം കേസ് എടുത്ത് ഇടുകയാണ്. ജാസ്മിന് പ്രശ്നമില്ല, ആരെയും മൈൻഡ് ചെയ്യുന്നില്ല. എന്നാലും ഒരാളെ അടുത്ത് കിട്ടുന്ന സമയത്ത് ഗബ്രിയായിട്ടുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് ചോദിക്കും. അപ്പം നോറ ചോദിക്കുന്ന വളരെ വാലിഡായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. നീ ഇത് ബോധർ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്തിന് നമ്മളോട് ഇത് ചോദിക്കണം എന്നുള്ളത്. അപ്പം മറ്റേ ജാസ്മിൻ്റെ എപ്പിക് ക്ലീഷേ ഡയലോഗ്, കാറ്റ് ഇന്ന് അങ്ങോട്ട് വീശി നാളെ ഇങ്ങോട്ട് വീശും, അതേപോലെ തന്നെ ഞാൻ ചെയ്യുന്നത് സത്യമാണ് എന്നുള്ളത് എനിക്കറിയാം. ഇത് പറയാനായിട്ടാണോ ആൾക്കാരോട് ചോദിക്കണം? ഇത് അങ്ങോട്ട് സ്വയം വിശ്വസിച്ച് മുന്നോട്ടേക്ക് പോയാൽ പോരെ. അപ്പോൾ അങ്ങനെ ആ ഒരു റിപ്പീറ്റഡ് ടോക്ക്. അതിനിടയ്ക്ക് സീസൺ 6 ഏറ്റവും ആക്രമിക്കപ്പെടുന്ന 2 ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ വിഷമം ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ ജാസ്മിൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ പോസിറ്റീവായിട്ട് നോറ പറയുന്നത്, നീ ഒത്തിരിയധികം കോൺട്രവേഴ്സികളിൽ കൂടെ വളർന്നു വന്ന ആളല്ലേ, എനിക്ക് അങ്ങനെയൊന്നും കിട്ടിയിട്ടില്ല.
പിന്നെ ഭയങ്കര സുഖമാണല്ലോ പുറത്തുള്ള കോൺട്രവേഴ്സി എന്ന് പറയുന്നത്. അതേപോലെ നിനക്ക് കോൺട്രവേഴ്സികൾ വരുന്ന സമയത്ത് വീട്ടിൽ നിന്ന് നല്ല സപ്പോർട്ടല്ലേ, എനിക്ക് അത്രയധികം സപ്പോർട്ടൊന്നുമില്ല, നിന്നെപ്പോലെ എനിക്ക് അവസരങ്ങൾ കിട്ടിയിട്ടില്ല എന്നൊക്കെ ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ടോക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരു ലോജിക്കും ഇല്ല. എനിക്ക് തോന്നുന്നു ഇവരൊന്നും എത്ര കിട്ടിയാലും പഠിക്കത്തില്ല. ഇവരൊക്കെ വിചാരിക്കുന്നത് ഈ കോൺട്രവേഴ്സീസ്, സൈബർ അറ്റാക്കുകൾ അതൊക്കെ അവസരമാണ് ഇൻഫ്ലുവൻസർ കരിയറിലെ എന്നുള്ളതാണ്. മാനസികാരോഗ്യം എന്ന് പറയുന്ന ഒരു കേസില്ലേ. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. മൊത്തം ബഹളം പിടിച്ചൊരു എപ്പിസോഡ്. അവസാനം മറ്റേ ക്രിഞ്ച് മതിലുകൾ നമ്മുടെ ഗബ്രിയും ജാസ്മിനും തമ്മിലുള്ളത്. ഗബ്രിയുടെ റൂമിലിരുന്നാൽ ജാസ്മിൻ്റെ ജയിൽ കാണാമത്രേ. അതുകൊണ്ട് കുറേയധികം നേരം വെറുപ്പിക്കുന്നുണ്ടായിരുന്നു. ശ്രീതുമൊക്കെ പറയുന്നുണ്ടായിരുന്നു നീ ഒരു ക്രിഞ്ചൻ തന്നെ, അല്ലെങ്കിൽ ക്രിഞ്ചാണ് എന്നുള്ളത്. അത്രയധികം ക്രിഞ്ച് തന്നെയായിരുന്നു. ഏതായാലും ജയിലിൽ കിടന്ന് ജിൻഡോയെ ആക്രമിച്ച പ്രൊവോക്കിയ ജാസ്മിൻ്റെ ആ ഒരു അപ്രോച്ച് കാണാൻ ഭയങ്കര രസമുണ്ടായിരുന്നു. നിലവാരം താഴെയാണ്, പക്ഷേ എനിക്കതിനകത്തൊരു ആസ്വാദനം കിട്ടി. നിങ്ങൾക്ക് കിട്ടിയോ ഇല്ലയോ എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. നന്ദി.